ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ SIR ഫോം പൂരിപ്പിച്ച് നൽകിയത് BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ BLO കൊണ്ടുവന്ന് തന്നിരുന്ന SIR എന്യൂമറേഷൻ ഫോമൊക്കെ നമ്മളെല്ലാവരും തന്നെ ഫില്ല് ചെയ്ത് തിരിച്ച് BLOയെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമുകളെല്ലാം തന്നെ തിരിച്ച് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ BLO അപ്ലോഡ് ചെയ്യണം. എന്നാൽ നമ്മുടെയൊക്കെ ഫോം ഇതുപോലെ BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സ്വന്തമായി നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എന്യൂമറേഷൻ ഫോം നമുക്ക് സ്വന്തമായി ഓൺലൈൻ വഴി ഫില്ല് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ SIR ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് കാണാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സൈറ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ഒരു താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരിക. ശേഷം ഇവിടെ നമുക്ക് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. SIR 2026 ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ എലക്ടർ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എന്യൂമറേഷൻ ഫോം സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മുഖേന തന്നെയാണ് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതും. എങ്ങനെയാണ് ഓൺലൈൻ വഴി സ്വന്തമായി ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കേരള എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് എൻ്റർ എപ്പിക് നമ്പർ ഇൻ 2025 എന്നുള്ളതാണ്. അപ്പോൾ 2025 അതായത് നമ്മുടെ പുതിയ ID കാർഡ് നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പുതിയ 10 അക്ക ID കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളിവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ID കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 10 അക്ക മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ID കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിലൊക്കെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ആയതോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ സെൽഫ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും മറ്റൊരാളുടെ ആണെങ്കിൽ അതർ എലക്ടർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ആ ഒരു മൊബൈൽ നമ്പർ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെൻഡ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ OTP എന്നുള്ള ഒരു ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്കിതുപോലെ കാണാം.
യുവർ എന്യൂമറേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ എൻ്റെ എന്യൂമറേഷൻ ഫോം ഇവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തമായി നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. SIR എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.